ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് മെസ്സിയുടെ ജീവിത കഥയെക്കുറിച്ചാണ്. ആ മെസ്സിയുടെ ജീവിത കഥയിൽ നിങ്ങളുടെ റോൾ എന്താണെന്നാണ് ഇവിടെ ഞാൻ മാക്സിമം വിവരിക്കാൻ പോകുന്നത്. ഹാർഡ് വർക്ക് ഒന്നുമില്ലാതെ ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം. ചിലർക്ക് മെസ്സി പെട്ടെന്നൊരു വേൾഡ് കപ്പ് എടുത്തു എന്ന് തോന്നുന്നുണ്ട്. 19 കിഡ്സിൻ്റെ ഇടയിൽ മെസ്സിയുടെ ഈ ഒരു ലോകകപ്പ് പല യുദ്ധങ്ങൾ കഴിഞ്ഞ് കിട്ടിയതാണെന്നറിയാം. നമുക്ക് ഒരു 20-22 വർഷം മുന്നോട്ട് പോകാം. ലോകം മുഴുവൻ ഗോട്ട് എന്ന് വിളിച്ച ഒരാൾ, പക്ഷേ ഒരു ചോദ്യം മാത്രം വർഷങ്ങളോളം അവനെ പിന്തുടർന്നു: വേൾഡ് കപ്പ് എടുക്കുമോ ഇല്ലയോ എന്നാണ്. അതാണ് ലയണൽ മെസ്സിയുടെ കഥയെ സാധാരണ ഒരു കരിയർ സ്റ്റോറി ആക്കാതെ ഒരു അൺഫിനിഷ്ഡ് മിഷൻ ആക്കി മാറ്റിയത്. അന്ന് ക്ലബ്ബ് ഫുട്ബോളിൽ അവൻ എല്ലാം നേടി, പക്ഷേ രാജ്യത്തിന് വേണ്ടി ഓരോ വേൾഡ് കപ്പും അവനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഓരോ തവണയും പ്രതീക്ഷ ഉയർത്തി, പിന്നെ അത് തകർത്തു, പിന്നെ വീണ്ടും ഉയർത്തി. ഒരു സിനിമ പോലെ, ക്ലൈമാക്സ് മാത്രം വരാത്ത ഒരു കഥ പോലെയായി മാറിയത്. 2006 ജർമ്മനി. ഒരു ചെറുപ്പക്കാരൻ ലോകത്തിന് ആദ്യമായി വേൾഡ് കപ്പ് സ്റ്റേജിൽ തന്റെ പേര് പറയാൻ വരുന്നു. ബാർസലോണയിൽ ഇതിനോടകം തന്നെ ഒരു റൈസിംഗ് സ്റ്റാർ, ലാലിഗ ചാമ്പ്യൻസ് സ്ക്വാഡിന്റെ ഭാഗം, ചാമ്പ്യൻസ് ലീഗ് നേടിയ സീസണിന്റെ വൈബ്, ഫ്യൂച്ചർ ബ്രൈറ്റ്. മെസ്സി ബെഞ്ചിൽ നിന്നാണ് കൂടുതലും നോക്കിയത്, പക്ഷേ അവസരം കിട്ടിയപ്പോൾ ഗോൾ അടിക്കുകയും ചെയ്തിരുന്നു. ലോകം പറഞ്ഞു ഇവൻ നെക്സ്റ്റ് ബിഗ് തിങ് ആണ്. പക്ഷേ അർജന്റീന പുറത്തായി, ട്രോഫി കയ്യിൽ വന്നില്ല. ആ വർഷം ക്ലബ്ബ് ലെവൽ സെലിബ്രേഷൻ ഉണ്ടായിരുന്നുവെങ്കിലും രാജ്യത്തിന് വേണ്ടി കഥ തുടങ്ങിയതുപോലെ തോന്നി, ഫിനിഷിംഗ് ഒന്നുമില്ലാതെ. വർഷം 2010 സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പ്. ഇനി മെസ്സി ഒരു കിഡല്ല, ബാർസലോണയിൽ അബ്സല്യൂട്ട്ലി പീക്ക്. പെപ് ഗാർഡിയോളയുടെ കീഴിൽ ടിക്കിറ്റക്ക റിവോല്യൂഷൻ, ലാലിഗ ടൈറ്റിൽസ്, ചാമ്പ്യൻസ് ലീഗ് ഡൊമിനൻസ്, ബാലൻഡിയോർ ആൾറെഡി പോക്കറ്റിൽ. ലോകം മുഴുവൻ പറഞ്ഞു ഇത് മെസ്സിയുടെ വേൾഡ് കപ്പ് ആകും. കോച്ചായി വന്നതാകട്ടെ ഡിയാഗോ മറഡോണ. പ്രഷർ അൺപ്രഡിക്റ്റബിൾ. പക്ഷേ ജർമ്മനിക്കെതിരെ ക്വാർട്ടർ ഫൈനലിൽ 4-0 ഒരു ഗോൾ പോലും മെസ്സിയിൽ നിന്നില്ല. ക്ലബിൽ ഗോളും കൺട്രിയിൽ ക്വസ്റ്റ്യൻ ഉയർന്നു. വൈ എന്നൊരു സൈലൻസ് മാത്രം ബാക്കി. 2014 ബ്രസീൽ. ഇതാണ് മൊമെന്റ്. ബാർസലോണയിൽ ട്രോഫീസ് തുടർച്ചയായി, ലാലിഗ ഡൊമിനൻസ് തുടരുന്നു. മെസ്സി പീക്ക് ഇന്റലിജൻസ് മോഡിൽ. അർജന്റീന സ്കോഡ് സ്ട്രോങ്. മെസ്സി ഗ്രൂപ്പ് സ്റ്റേജ് മുതൽ ഫയർ. ഗോളും അസിസ്റ്റും സോളോ ബ്രില്യൻസും. ഓരോ മാച്ചിലും ഫാൻസ് ഫീൽ ചെയ്തു ഇത് ഡിഫറൻ്റ് ആണ്. അർജന്റീന ഫൈനലിലെത്തി. ജർമ്മനി വീണ്ടും 113-ാം മിനിറ്റിൽ ഒരു മൊമെന്റ്, ഒരു ഗോൾ, ഡ്രീം ബ്രേക്ക്. മെസ്സി ഗോൾഡൻ ബോൾ നേടി, ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. പക്ഷേ ട്രോഫീസ് ഇല്ല. ആ ഫൈനൽ വിസിലിന് ശേഷം മെസ്സി ട്രോഫി നോക്കി നിൽക്കുന്ന ആ ഒരു ലുക്ക് ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും പെയിൻഫുൾ സൈലൻസ് ആയി മാറി. ക്ലബ്ബ് സക്സസ് ഒന്നും ആ വേദന കവർ ചെയ്യാനായില്ല. വർഷം 2018 വേൾഡ് കപ്പ് റഷ്യയിൽ. ബാർസലോണയിൽ മെസ്സി വീണ്ടും മോൺസ്റ്റാർ സീസൺ. ലാലിഗയും കോപ്പ ഡെൽ റേയും ഡബിൾ നേടിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് പീക്ക്. പക്ഷേ അർജന്റീന ടീം അൺസ്റ്റോപ്പബിൾ. മെസ്സി ആൾമോസ്റ്റ് സിംഗിൾ ഹാൻഡഡ് ആയി ക്യാരി ചെയ്യുന്നു. നൈജീരിയക്കെതിരെ ലാസ്റ്റ് മിനിറ്റ് ക്വാളിഫിക്കേഷൻ. ഫാൻസിന് വീണ്ടും ഹോപ്പ് ഉയർന്നു. പക്ഷേ റൗണ്ട് ഓഫ് 16 ഫ്രാൻസ്, കിലിയൻ എംബാപ്പയുടെ സ്പീഡ്, അർജന്റീന ഔട്ട്. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ, മെസ്സി ഇന്റർനാഷണൽ ഫെയിലിയർ ആണോ, ക്ലബിൽ കിങ്, കൺട്രിയിൽ സ്ട്രഗിളും. അവിടെ നിന്നാണ് റിയൽ സ്റ്റോറി തുടങ്ങുന്നത്. ക്രിറ്റിസിസം പീക്ക്. റിട്ടയർമെന്റ് ടാക്സ്. മെസ്സി ഓൾമോസ്റ്റ് നാഷണൽ ടീംസ് വിടാൻ തയ്യാറായി, പക്ഷെ തിരിച്ചു വന്നു. സൈലന്റായി വർക്ക് ചെയ്തു. 2021 കോപ്പ അമേരിക്ക നേടി. ഫൈനലി ഒരു ഇന്റർനാഷണൽ ട്രോഫി. അത് കോൺഫിഡൻസ് ചേഞ്ച് ചെയ്തു. മെല്ലെ ചരിത്രം എഴുതാൻ തുടങ്ങി മെസ്സി. 2022 ഖത്തർ വേൾഡ് കപ്പ്. മെസ്സി പാരീസ് ആൻഡ് ജർമ്മനിൽ പുതിയ ചാപ്റ്റർ. ചാമ്പ്യൻസ് ലീഗ് ഡ്രീം ചേഞ്ച്. ക്ലബ്ബ് ലെവലിൽ മിക്സ്ഡ് ഇമോഷൻസും. പക്ഷേ ഈ വേൾഡ് കപ്പ് മെസ്സിയുടെ അവസാന പ്രതീക്ഷയായി. ഇതും നഷ്ടപ്പെട്ടാൽ. അങ്ങനെ ഇരിക്കെ ആദ്യ മാച്ച് സൗദി അറേബ്യയോട് തോറ്റു. ലോകം മുഴുവൻ വീണ്ടും ഡൗട്ട്. സെയിം സ്റ്റോറി വീണ്ടും ആവാം. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. മെസ്സി കാമായിരുന്നു. നോക്കൌട്ട് സ്റ്റേജിൽ നെതർലാൻഡ്സിന്റെ ഡ്രാമയും ക്രൊയേഷ്യയുടെ ഡൊമിനേഷനും, പിന്നെ ഫൈനലിൽ ഫ്രാൻസിനെതിരെ മാച്ചും. ഫൈനൽ മാച്ച് അല്ലായിരുന്നു അത്, അതൊരു ഡെസ്റ്റിനി വേഴ്സ് പ്രഷർ. മെസ്സി വേഴ്സ് എംബാപ്പെ. ഗോൾസ്, കംബാക്ക്, ചോസ്, എക്സ്ട്രാ ടൈം, പെനാൽറ്റീസ്, ടെൻഷൻ അൺപ്രഡിക്റ്റബിൾ. അവസാനം അർജന്റീന വിൻ. ഫൈനലി മെസ്സി വേൾഡ് കപ്പ് ഉയർത്തി. വർഷങ്ങളായുള്ള പെയിൻ, ക്രിറ്റിസിസം എല്ലാം ആ ഒരു സെക്കൻഡിൽ ഡിസപ്പിയർ ആയി. ക്ലബിലെ സക്സസും കൺട്രിയിലെ ഗ്ലോറിയും, കംപ്ലീറ്റ് പ്ലെയർ ആയി, കംപ്ലീറ്റ് സ്റ്റോറി. പക്ഷേ ഇതൊരു എൻഡ് ആണോ? അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പുതിയ ചാപ്റ്റർ തുടങ്ങാനുള്ള സൈലൻസ് ആണ്. ഈ വരുന്ന വേൾഡ് കപ്പ് വീണ്ടും അർജന്റീന ഉയർത്തും. ഏജ്, ഫിറ്റ്നസ്, ന്യൂ ജനറേഷൻസ് എല്ലാം ക്വസ്റ്റ്യൻ. പക്ഷേ ഫുട്ബോൾ അൺപ്രഡിക്റ്റബിൾ ആണ്. മെസ്സി ഓൾറെഡി ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരു വേൾഡ് കപ്പ് കിട്ടിയ അർജന്റീന തൂക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം അർജന്റീനയ്ക്ക് ആ ഒരു ടീമും സ്ട്രെങ്ത്തും ഇപ്പോൾ തന്നെയുണ്ട്. അതെ, 2022 ഒരു എൻഡിങ് അല്ല. മെസ്സി സ്റ്റോറിയിൽ ഇനി ഒരു സർപ്രൈസും വരാനുണ്ട്. എന്തായിരിക്കും അത്? കമന്റ് ചെയ്യൂ.